മുഖ്യമന്ത്രിക്ക് പരിമിതിയുണ്ട്, മന്ത്രിക്ക് പരിമിതി, KCBയുടെ ചെയർമാന് പരിമിതി. KCB ഒരു എക്സാമ്പിൾ മാത്രമാണ്. അവിടെ ശരിക്കും ആരാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് അണ്ണന്മാർ നടക്കുന്നുണ്ട്, വയോജന കമ്മീഷൻ എന്ന് പറഞ്ഞു. യൂത്ത് കമ്മീഷൻ എന്ത് ചെയ്തെന്ന് നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്തെന്നുള്ളത് അറിയാം. ഇനിയും ട്രാൻസ്ജെൻഡർ കമ്മീഷൻ, അങ്ങനെ ഇഷ്ടംപോലെ കമ്മീഷൻ. നമ്മുടെ പാർട്ടിക്കാർ എല്ലായിടത്തും ഇരുത്തണം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. മാക്സിമം ആൾക്കാർ ഒക്കെങ്കിൽ 3,40 ലക്ഷം പേർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ഇതുപോലെ കൊടുക്കണം. ഡ്രൈ ഡേ ആണ്, അന്ന് ആരും കുടിക്കത്തില്ല. കേരളത്തിൽ ഒരാൾ പോലും കുടിക്കത്തില്ല. ഇവരുടെ ഈ ഡ്രൈ ഡേ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും കുടിക്കത്തില്ല. ക്രിസ്തുവിന് ശേഷം 4 ലക്ഷം ലിറ്ററിനെ 20 ലക്ഷം ലിറ്റർ ആക്കുന്ന പരിപാടി കള്ളിൻ്റെ കാര്യത്തിൽ മാത്രമേ കേരളത്തിലാണ് നടക്കുന്നത്. മനസ്സിലായി? ഞാനൊരു പ്രപ്പോസൽ കൊടുത്താൽ പൊന്മുടിയിൽ 140-150 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അവിടെ നല്ല ഒന്നാന്തരം ഹെലിപ്പാഡോടുകൂടി ഒരു കാസിനോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിക്കറും ചിലവാകും, ഇതും ചിലവാകും. കാസിനോയിൽ നിന്ന് മക്കാവും. ഇന്നെന്തായാലും നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ബിജു പ്രഭാകർ. സ്വാഗതം സർ. KSRTC നിന്ന് KCBയിലോട്ട് പോയപ്പോൾ KCB ഇപ്പോൾ പവർ കട്ടും വൈദ്യുതി പ്രതിസന്ധിയും വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. KCBയിൽ എന്താണോ, കാരണം ഈ 2200 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റാണ് നമുക്കുള്ളത്. എന്നിട്ട് പോലും KCBയിൽ വൈദ്യുതി പ്രതിസന്ധി പറയുന്നു. ഈ കാലവർഷം അല്ലെങ്കിൽ മഴയെ മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം, കൊടും വേനൽ കൊടും ചൂട് വന്നാൽ ഉറപ്പായും ഒരു ലോഡ് ഷെഡിങ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രൊഫഷണൽസും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ ഒരു വർഷവും ശരിക്കും എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂടെ ആ കാലഘട്ടത്തിലൊക്കെ കോളേജിൽ പഠിച്ചിട്ടുള്ള എഞ്ചിനീയർമാരും ഒക്കെയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പീരീഡായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം KCB എന്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നു? നിങ്ങൾ ഏത് നല്ല ഫാക്ടറി, കേരള സർക്കാരിൻ്റെ ഇല്ല, കേരള സർക്കാരിനൊന്നും അതിനകത്തുള്ള പ്രൊഫഷണലിസം ഒന്നുമില്ല, അതൊക്കെ അഴിമതിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്, കൊച്ചിൻ റിഫൈനറീസ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഇങ്ങനെയുള്ള ഫാക്ടറികളിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ് PPC എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അതായത് നമ്മൾ എന്താണ്, നമുക്കൊരു കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കി വരും. അവർക്കൊക്കെ ആണെങ്കിൽ ഒരു റോളിംഗ് പ്ലാനാണ്. ഇവിടുത്തെ പോലെ 5 കൊല്ലത്തെ പ്ലാനല്ല, 5 കൊല്ലം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യക്കും അതാണ് വേണ്ടതെന്നുള്ളത് പിന്നീട് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഇത് അടുത്ത 30 കൊല്ലം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കോർപ്പറേറ്റ് പ്ലാൻ KCBക്കില്ല. എനിക്കിത് അഭിമാനപൂർവ്വം പറയാം. എൻ്റെ ചീഫ് കൺസൾട്ടൻ്റ് രാജേന്ദ്രനും ഇപ്പം റിട്ടയർ ചെയ്തിട്ട് ഗൾഫിൽ പോയിട്ടുള്ള സുനിലും അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ്, അവർ രണ്ടുപേരും ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാം എന്താണ് ഈ പറഞ്ഞതുപോലെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇതിൻ്റെ ലീഡർഷിപ്പിൻ്റെ അകത്ത് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഒരു കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കി, പവർ വിഷൻ 2030 എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടാക്കി. അതനുസരിച്ച് നമ്മുടെ ജനറേഷൻ കപ്പാസിറ്റി, അത് സോളാർ ആയിക്കോട്ടെ സ്റ്റോറേജ് കപ്പാസിറ്റി ആയിക്കോട്ടെ, 10,000 മെഗാവാട്ടിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അതിന് 4,500 5,000 താഴെ മാത്രമാണ്. ആ 4,500 മൊത്തം ശുദ്ധ തട്ടിപ്പാണ്. 2200 കാര്യം പറഞ്ഞില്ലേ, 2200 ഹൈഡൽ പ്രോജക്റ്റിലെ എത്ര ഹൈഡൽ പ്രോജക്റ്റ് 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്, ലെസ് ദാൻ 1000 ഉള്ളി. ആൻഡ് ദാറ്റ് ഹൈഡൽ പ്രോജക്റ്റ് ഈസ് ആക്ച്വലി ബീങ് യൂസ്ഡ് ആസ് എ ബാലൻസിങ് സ്റ്റേഷൻസ്. അതായത് വോൾട്ടേജ് കൂടുന്നുണ്ട്, ഈ 3 ഫേസ് അല്ലേ, അപ്പോൾ അതിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പകൽ ഏതാണ്ട് വീടുകളിൽ വെച്ചിട്ടുള്ള 3.5 ലക്ഷത്തോളം വീടുകളിൽ വെച്ചിട്ടുള്ളത് പോലും 1300 മെഗാവാട്ട് ജനറേഷനുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൺ ദ ലോ ടെൻഷൻ സൈഡ്. ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. എൻ്റെ വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഈ പരിസരത്തുള്ള 5 വീട്ടിലേക്കുള്ള കറണ്ട് പോകും. ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണ്, നമ്മൾ വാങ്ങിക്കുന്ന വൈദ്യുതി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈദ്യുതി വേണ്ടെന്ന് പറയും. അതിനൊരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഒരു ബാറ്ററി സ്റ്റോറേജ് ഇന്നുവരെ ഇത്രയും വിദഗ്ധന്മാരുള്ള KSEBയിൽ എന്തുകൊണ്ടുണ്ടായില്ല? വാപ്കോസ് എന്ന് പറയുന്നൊരു കമ്പനി, അവരുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന പമ്പ്ഡ് സ്റ്റോറേജ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ അഗ്രികൾച്ചർ ഡയറക്ടറായിരുന്ന സമയത്ത് അവരെ പറ്റി കേട്ടിട്ട് ഞാൻ വട്ടവട ഭാഗത്ത് വെള്ളം ഇത് ഇറിഗേഷന് വേണ്ടി അവരെ കൊണ്ടുവന്നു. അവർ പറഞ്ഞു, സാറേ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലൊന്ന് പറയണം, ഞങ്ങൾക്ക് പമ്പ്ഡ് സ്റ്റോറേജിനകത്ത് ഞങ്ങൾ ഒത്തിരി ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പകൽ വെള്ളം രാത്രി വെള്ളം ഒഴുകുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. പകലാണെന്നുണ്ടെങ്കിൽ 60 പൈസയ്ക്ക് വൈദ്യുതി കിട്ടും. അത് ഉപയോഗിച്ച് സോളാർ ഉപയോഗിച്ചിട്ട് തിരിച്ച് പമ്പ് ചെയ്യുന്നു. രാത്രി പിന്നെ ഒഴുകുമ്പോൾ ജനറേറ്റ്, ഇത് സാധാരണ ഇത് ജനറേറ്ററും ടർബൈനും ഒരു മെഷീൻ തന്നെയാണ്. കറണ്ട് കൊടുക്കുമ്പോൾ അത് തിരിച്ച് പമ്പ് ചെയ്യും, പമ്പായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ രാത്രി 8 രൂപയ്ക്കും 10 രൂപയ്ക്കും വാങ്ങിക്കേണ്ട വരും. ഒരൊറ്റ പമ്പ്ഡ് സ്റ്റോറേജ് KSEBക്കുണ്ടോ? ഇത്രയും വിദഗ്ധർ അവർ എഞ്ചിനീയർമാരുടെ കുറ്റമല്ലേ ഞാൻ പറയുന്നത്, അതിൻ്റെ ലീഡർഷിപ്പ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പം ഉദാഹരണത്തിന് തൊട്ടിയാർ പ്രോജക്റ്റ് 17 കൊല്ലമായിട്ട് തുടങ്ങി. എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു,
ചെയർമാനെ ആദ്യം പോയിട്ട് അതൊന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു തൊട്ടിയാർ പ്രോജക്റ്റ് ഉണ്ട് 40 മെഗാവാട്ട്, അതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ ചെയ്യാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത്. ഞങ്ങൾ വളരെ ദീർഘവീക്ഷണമുള്ളവരാണ്. അടുത്ത ഒരു 25 മെഗാവാട്ടിൻ്റെ ഞങ്ങൾ സൈഡിൽ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, പെൻ സ്റ്റോക്ക് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട്. പറഞ്ഞാൽ അതൊക്കെ കൊള്ളാം. ഇത് 365 ദിവസം ഓടുമോ? ഇല്ല. മഴ സമയത്ത് നിങ്ങളുടെ റിസർവയർ ഒന്ന് കാണട്ടെ, അത് 4 കിലോമീറ്റർ മുകളിലാണ്. ശരി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാളറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, വാളറ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പോണ്ടെന്ന് പറയാം, അല്ല റിസർവയർ എന്നല്ല, അത് തന്നെ റോഡിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു വീക്കട്ട് പോലെ ഇട്ടിട്ടുണ്ട് വെള്ളം ഒഴുകാനായിട്ട്. ഞാൻ ചോദിച്ചു, ഇത് വെച്ചിട്ട് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഓടിക്കാം? 40 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ 1 മെഗാവാട്ടിന് KSEBിയുടെ കണക്കനുസരിച്ച് 12 തൊട്ട് 15 കോടി രൂപയാണ്. 40 ഗുണം 15, 400-500 കോടി രൂപ മുടക്കിയിട്ട് 3 മാസമാണ് ഈ സാധനം ഓടിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഐ എം എ കെമിക്കൽ എഞ്ചിനീയർ, ഐ എം നോട്ട് എ പവർ എഞ്ചിനീയർ. ഞാൻ ചോദിച്ചു, ഇതിന് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ദർ ആർ സെവറൽ മെത്തേഡ്സ് യു ക്യാൻ ഡു ദിസ്. ആ റോഡ് ഉയർത്തുക, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക്, അപ്പോൾ റോഡിൽ വെള്ളം കയറുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത് താഴ്ത്തി വെച്ചേക്കുന്നത്. റോഡ് ഉയർത്തുക, അല്ലെങ്കിൽ ഇതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പർ റിസർവയർ ഉണ്ടാക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് 25 മെഗാവാട്ട് ഉണ്ടാക്കേണ്ട, താഴെ ഒരു ലോവർ പെരിയാറിൻ്റെ വെള്ളവും മറ്റുമൊക്കെ വരുന്നതാണ്, പാമ്പള എന്ന് പറയുന്ന ലോവർ പെരിയാറിൽ നിന്ന് വരുന്നതാണ്. അവിടെ നമ്മളൊരു ലോവർ റിസർവയർ ഉണ്ടാക്കിയിട്ട് ഇതിനെ നമ്മൾ പമ്പ് ചെയ്ത് തിരിച്ച് കയറ്റുക, പമ്പ്ഡ് സ്റ്റോറേജായിട്ട് കൺവേർട്ട് ചെയ്യാം. തിരിച്ച് പമ്പ്ഡ് സ്റ്റോറേജായിട്ട് കയറി കഴിഞ്ഞാൽ വളറയിൽ നിന്ന് തന്നെ പിന്നെയും തിരിച്ചു വന്ന് രാത്രി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഈ 3 സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത് ഒരു കൊല്ലമായി. ഒരു സ്റ്റെപ്പ് KSEB എടുത്തോ? എന്തുകൊണ്ടെടുത്തില്ല? പവർ പർച്ചേസ് ഇത് ഇങ്ങനെ കൂട്ടി 13,000 കോടി. അപ്പോൾ എൻ്റെ അടുത്തുള്ള അവിടുത്തെ ചില ആൾക്കാർക്കുള്ള വിരോധം, ഞാൻ വന്ന കൊല്ലം അത് 12,981 ആണ് ഞാൻ ക്ലോസ് ചെയ്ത മാർച്ച്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 30 റിട്ടയർ ചെയ്യാം 2025. ഞാൻ അതിനിടയിൽ തന്നെ ഞാൻ ഒരു ബിസിനസ് മീറ്റ് നടത്തി ഡൽഹിയിൽ ഉള്ള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻമാരെയൊക്കെ വിളിച്ച് ഒരു ഡിന്നറുമൊക്കെ കൊടുത്തു. UPയിലേക്കും മറ്റുമൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ശിവദാസനും സഞ്ജീവും അതുപോലുള്ള ആൾക്കാരെല്ലാവരും തന്നെ, സജീവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് കൊടുത്തു. അവരുമായിട്ട് സംസാരിച്ചു, അവരെ ഡൽഹി വെച്ച് കണ്ടു. UPയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, എന്തിന് ഭൂട്ടാനിൽ നിന്ന് വരെ വൈദ്യുതി എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കൊണ്ടുവരാം. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇൻ ദ നാഷണൽ ഗ്രിഡ്. ഇവിടെ പവർ കട്ടില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നാഷണൽ ഗ്രിഡിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും വൈദ്യുതി വാങ്ങിക്കാമെന്നുള്ള. അപ്പോൾ ഈ 8,000 കോടി രൂപ എന്നുള്ളത് 13,000 കോടിയാക്കി, 15,000 കോടിയാക്കി, 25,000 കോടിയാക്കി ഉയർത്തി. അതിൻ്റെ പിന്നാമ്പർ ഒന്നും ഞാൻ പറയുന്നില്ല, കൊള്ളയടിയെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ഫോർകാസ്റ്റിങ്ങും ഇല്ല. ഇന്നത്തെ പത്രത്തിലുമുണ്ട് 5 മാസത്തെ വെള്ളം നേരെ ചൊവ്വേ ഉപയോഗിച്ചില്ലെന്ന് ഇന്നത്തെ പത്രത്തിലുമുണ്ട്. ഒരു ഫോർകാസ്റ്റിങ്ങും ഇല്ലാതെ ഒരു കൂട്ടം ആൾക്കാർ ലോഡ് ഡെസ്പാച്ച് സെൻറ്ററിൽ, അത് അത്യാവശ്യമായിട്ടൊരു ജുഡീഷ്യൽ അന്വേഷണം വേണ്ടതാണ്, അവിടെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ KSEBിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇതിൻ്റെ ബില്ല് മാറുന്നതിനും ജുഡീഷ്യൽ അന്വേഷണം പുതിയ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടതാണ്. ഇത് പാവം പിടിച്ച മന്ത്രി, അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറിയിക്കുന്നില്ല പല കാര്യങ്ങളും. ഞാൻ DPയുടെ കാര്യം പറഞ്ഞതുപോലെ ചില എമിറേറ്റ്സ് ആണ് ഇതൊക്കെ. അല്ല, ഈ പൊതുവെ ചെറിയ ഘടകകക്ഷികളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇതുപോലെ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അവർ ഏറെക്കുറെ അതായത് ആ മന്ത്രിക്ക് തന്നെ വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ട്. അത് ആ മന്ത്രി നിശബ്ദമായിരിക്കുകയാണോ ചെയ്യുന്നത്? നോട്ട് എ പൊളിറ്റീഷ്യൻ. പക്ഷേ പ്രത്യേകിച്ച് വലിയ കക്ഷികൾ ചെറിയ കക്ഷികൾക്കും അവർക്ക് വേറെ പോകാൻ ഇടമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. ഞാൻ ആൻ്റണി രാജുവിൻ്റെ കാര്യത്തിലും പറഞ്ഞു, പ്രഗത്ഭനായിട്ടുള്ള നല്ലൊരു ക്രിമിനൽ വക്കീലാണ്. അദ്ദേഹത്തിനൊരു കാര്യം ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹമല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ടുള്ള പറഞ്ഞ അവർ ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പം അവർ പറഞ്ഞതനുസരിച്ച് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഒത്തിരി തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തിൽ എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അദ്ദേഹം പോയി പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതാണ് ഞാനും കൂടെ അനുഭവിച്ചത്. അതേ രീതിയിൽ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിനും ഒരു ഘടകകക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പും. അപ്പോൾ ഘടകകക്ഷി മന്ത്രിമാർ ഇരിക്കുമ്പോൾ പലപ്പോഴും ഇവർക്കൊക്കെ കൃത്യമായ വീക്ഷണം, ഒരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു ലോബിങ് അവിടെ നടക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥ ലോബിങ്. അങ്ങനെയല്ല, എനിക്ക് മുമ്പിരുന്ന ചെയർമാൻ ആരാ നിങ്ങൾ നോക്കിയോ, അദ്ദേഹം മന്ത്രിയെ കാണത്തില്ലല്ലോ. മന്ത്രിയെ ഒന്ന് കോൾ ഓൺ ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അത് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ അത് ഈ ചെയർമാൻ്റെ ഭാഗത്തായിരിക്കും ശരി, അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തായിരിക്കും ശരി, അതിനെപ്പറ്റിയൊന്നുമല്ല. ദർ വാസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡോക്ടർ അശോക് അവിടെ ഇരുന്നല്ലോ, എന്ത് ചെയ്യാൻ പറ്റി?
അവസാനം മന്ത്രിയുമായിട്ട് നല്ല റിലേഷനായിരുന്നു, പക്ഷേ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റിയില്ലേ? നിങ്ങളിത് മനസ്സിലാക്കണം. ഒരു ഉദ്യോഗസ്ഥന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്, ഒരു മന്ത്രിക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒരു മുഖ്യമന്ത്രിക്ക് പോലും പരിമിതികളുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ എന്താണ് സാർ ഈ മുഖ്യമന്ത്രിക്ക് പരിമിതിയുണ്ട്, മന്ത്രിക്ക് പരിമിതി, KCBയുടെ ചെയർമാന് പരിമിതി? KCB ഒരു എക്സാമ്പിൾ മാത്രമാണ്. ആ വകുപ്പിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാൻ അല്ലെങ്കിൽ MD ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്, ഹയർ പൊസിഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് പരിമിതി ഉണ്ടെങ്കിൽ അവിടെ ശരിക്കും ആരാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഡോക്ടർ അശോക് പ്രഗത്ഭനല്ലാത്തൊരു ഉദ്യോഗസ്ഥനാണെന്ന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹം ആ യൂണിയനുമായിട്ട് ഉടക്കുണ്ടായി. യൂണിയൻകാർ അവസാനമാണെന്നുണ്ടെങ്കിൽ മന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ മന്ത്രി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോലും മാറ്റി. അപ്പം ഞാനിതിൽ നിന്നാണ്, ഞാൻ പറഞ്ഞില്ല 4 കൊല്ലം ഞാൻ സർവേയിൽ നിന്ന് അവിടുത്തെ യൂണിയനുമായിട്ട് ഉടക്കി. അത് എന്ത് പറ്റി? 4 കൊല്ലം എൻ്റെ വേസ്റ്റായി. എനിക്ക് ടെൻഷൻ, അവർക്ക് ടെൻഷൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള കറപ്ഷനുണ്ട്. അപ്പം നമുക്ക് ഈ കൺസ്ട്രെയിൻസിനകത്ത് നിന്നേ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രിയുടെ കാര്യം പറയുക, മുഖ്യമന്ത്രി ഈസ് ബൗണ്ട് ബൈ ഹിസ് പാർട്ടി, മുഖ്യമന്ത്രി ഈസ് ബൗണ്ട് ബൈ ഹിസ് മുന്നണി, മുഖ്യമന്ത്രി ഈസ് പ്രഷേർഡ് ബൈ പാർട്ടി നേതാക്കൾ ഹു ആർ അലൈൻഡ് വിത്ത് സെർട്ടൻ സെറ്റ് ഓഫ് ലോബിയിങ്. അമേരിക്കയിൽ ലോബിങ്ങിന് വേണ്ടി ഇന്ത്യ പൈസ കൊടുക്കുന്നില്ലേ? അവിടെ കാര്യം നടക്കുക ട്രംപിനെ കൊണ്ട്, എന്നിട്ട് പോലും പറ്റുന്നുണ്ടോ? ട്രംപിനെ കൊണ്ട് ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോബിയിങ് കമ്പനികളുണ്ട്. ഇവിടെ അത് നമ്മൾ പല കാര്യങ്ങളിലും, ഞാൻ കഞ്ചാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നും ഓപ്പണായിട്ട് വരുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ഗ്രൂപ്പുകളാണ്. ഇപ്പം ഞാൻ PWDയിൽ നിന്ന് മാറ്റിയത് മുഖ്യമന്ത്രിയാണെന്നോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കും. ആ ഒരു ഉദ്യോഗസ്ഥൻ ചെന്നിട്ട്, അതിന് അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ചിലപ്പം പറയായിരിക്കും, സാർ ഇദ്ദേഹത്തിനെ നമുക്ക് അങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇദ്ദേഹം മന്ത്രിയുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അത് സത്യമായിരുന്നു. കാരണം ഞാൻ പല കാര്യങ്ങളിലും എൻ്റെ എടുത്തുചാട്ടം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടോ പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ റാഷണലായിട്ട് നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് കഴക്കൂട്ടം അടൂർ എൻ്റെ അടുത്ത് നല്ലൊരു എഞ്ചിനീയറായിട്ടുള്ള ഡാർലിൻ ഡിക്രൂസ് വന്നിട്ട് പറയുകയാണ്, സാർ ഞങ്ങളിന്ന് സേഫ്റ്റി കോറിഡോർ എന്നാണ് ഈ പദ്ധതിയുടെ ഇത് പറഞ്ഞത്. ഫയൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡാർലി ഇതിനകത്ത് എന്താ നിങ്ങൾ ഈ സേഫ്റ്റി കോറിഡോർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സാർ ഇത് കഴിയുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ ഈ MC റോഡിൽ കുറയും. അപ്പോൾ ഇപ്പോൾ എത്ര അപകടമുണ്ട്, ഇത് കഴിയുമ്പോൾ എത്രയായിട്ട് കുറയും? വേർ ഇസ് ദ എസ്റ്റിമേറ്റ്? അപ്പം പറയുകയാണ്, അത് വിക്രോഡ്സ് എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ കമ്പനിക്ക് 22 കോടി രൂപ മുടക്കിയിട്ട് പഠിക്കാൻ കൊടുത്തിരിക്കുകയാണ്. 140 കോടി രൂപയ്ക്കകത്ത് 20. അപ്പം ഞാൻ ചോദിച്ചു, വേർ ഇസ് ദ റിപ്പോർട്ട്? അല്ല സാറേ, റിപ്പോർട്ടൊന്നും വന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത്? അയ്യോ, അത് മന്ത്രി പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പണിയും തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, നാളെ വിക്രോഡ്സ് ഒരു റിപ്പോർട്ട് കൊണ്ടുവരികയാണ്, ജംഗ്ഷൻ വൈഡൻ ചെയ്യണം, റോഡ് ഫർണിച്ചർ ഇങ്ങനെ ആക്കണം, അതിനകത്ത് ഫ്ലൈ ഓവർ വേണം. അപ്പോൾ നിങ്ങൾ ഈ റോഡെല്ലാം കൂടെ കുത്തിപ്പൊളിക്കത്തില്ലേ? അത് വിജിലൻസ് കേസ് ആകത്തില്ലേ? വൈ ഡോണ്ട് യു സ്റ്റോപ്പ് ഇറ്റ്? ഗെറ്റ് ദ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഡു ദിസ്. ഞാൻ ഇത് വർക്ക് നിർത്തിയിട്ട് നമുക്ക് തുടങ്ങാം. മന്ത്രി പറഞ്ഞു 100 ദിവസത്തെ പരിപാടിയായിട്ട് തുടങ്ങിയിട്ട് ഇനിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ മോശമാക്കത്തില്ല. അപ്പം ഉദ്യോഗസ്ഥന്മാർ പറയണ്ടേ 22 കോടിയുടെ ഒരു വർക്കുണ്ട് സാറേ, അതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല? യു ഗസ്, എന്തുകൊണ്ട് പറയുന്നില്ല? എൻ്റെ ടെന്യൂവറിൽ ആ വർക്ക് നടന്ന ഒരു കോൺട്രാക്ടറിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം വിക്രോഡ്സിൻ്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഇത് പണി തുടങ്ങുമ്പം ചിലപ്പോൾ ഞാൻ ആ സീറ്റിൽ കാണത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് പുതിയ മന്ത്രിമാരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാവരും കൂടെ ചേർന്ന്, ഞാൻ ചോദിക്കട്ടെ, അർജൻറ്റീന, ഞാൻ പഠിച്ച ഒരു രാജ്യങ്ങളിലൊന്നാണ് എന്ന് വെച്ചാൽ അവിടെ പോയി പഠിച്ചതല്ല, പഠിച്ച സിംഗപ്പൂർ, UAE, കൊറിയ, ഇത് 3 ഞാൻ എപ്പോഴും എക്സാം, നല്ല ഗുഡ് ഗവർണൻസ് എന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളിലും ദർ ഇസ് നോ റിസോഴ്സ് അറ്റ് ഓൾ. UAE ഇത്രയും വലിയൊരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാകുന്നു, സിംഗപ്പൂർ ഉണ്ടാകുന്നു, കൊറിയയിലാണെന്നുണ്ടെങ്കിൽ ഒരു മരം പോലും കിളിക്കാത്ത രീതി ബോംബിങ് കഴിഞ്ഞത് ഇതാണ്. അവിടെ ജനറൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്വേച്ഛാധിപതിയാണ് അവിടെ നിന്ന്. എന്നിട്ട് പോലും ഇന്ന് സാംസങ്ങും ഹ്യുണ്ടയും തുടങ്ങിയിട്ടുള്ള എത്രയോ ഒത്തിരി പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. ദേ ആർ കോൾഡ് ചായ് ബോൾസ് എന്നാണ് പറയുന്നത്. അർജൻറ്റീനയിൽ ഷാവിയർ എന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ, ജാവിയർ എന്നാണ് എഴുതുന്നത്. ഷാവിയർ മിലി എന്ന് പറഞ്ഞ ഒരാൾ വന്നതെന്താണ്, അയാളൊരു ചെയിൻ സോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചിലവ് വെട്ടിക്കുറയ്ക്കും, ഗവൺമെൻറ് ഞാൻ വെട്ടിക്കുറയ്ക്കും, അഴിമതി വെട്ടിക്കുറയ്ക്കും. അങ്ങേരാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. അങ്ങേരുടെ 1.5 കൊല്ലം 2 കൊല്ലത്തെ ഭരണത്തിലാണെന്നുണ്ടെങ്കിൽ GDP ഭയങ്കരമായിട്ട് ഉയർന്നു. ഇവിടെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വന്നിട്ട് പറയാം UPSCക്ക് പോലും 7 മെമ്പർമാരേ ഉള്ളൂ, കേരള PSCക്ക് 21 കിഴങ്ങന്മാർ അവിടെ ഇരിക്കുകയാണ്. എന്താ അവരുടെ യോഗ്യത? ഓരോ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ്. PSC എന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനം യാതൊരു അലൈൻമെൻറ്റും പാടില്ല, ഒരു പാർട്ടിയുമായിട്ട് നിഷ്പക്ഷമായിട്ട് ചെയ്യേണ്ട
ഒരു സ്ഥാപനത്തിൽ എനിക്കതിനകത്ത് മൂന്നാമത്തെ റാങ്ക് കിട്ടി വന്നിട്ടുള്ളതാണ്. അതും കുറുപ്പ് സാറ് അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന മാർക്സിസ്റ്റുകാരനായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കിട്ടിയത്. നിഷ്പക്ഷമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഭാരവാഹിയെ വെക്കാനുള്ള സ്ഥാപനമല്ല PSC. ജഡ്ജിമാരെ പോലുള്ള ആൾക്കാരെ വെക്കേണ്ട സ്ഥാപനമാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഞങ്ങൾ PSC 7 കുറയ്ക്കും UPSCയുടെ മാതൃകയിൽ, പറ്റുമോ? ഞാൻ ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് അണ്ണന്മാർ നടക്കുന്നുണ്ട്, വയോജന കമ്മീഷൻ എന്ന് പറഞ്ഞു. യൂത്ത് കമ്മീഷൻ എന്ത് ചെയ്തെന്ന് നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. ഇവൻ വിവരാവകാശ കമ്മീഷൻ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉടൻ തന്നെ കേസെടുക്കുന്നു. ഏതെങ്കിലും കേസെടുത്തിട്ട് എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു, അതിൻ്റെ അകത്ത് PRO എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ആ പട്ടികടി കൂടിക്കഴിഞ്ഞപ്പോൾ 1 മാസത്തിനുള്ള റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടിയോ? പട്ടികടിയെ പറ്റി ഒരു റിപ്പോർട്ട് കിട്ടിയോ? ചുമ്മാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഏതാണ്ട് 7 or 8 കമ്മീഷനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വയോജനത്തിന് വേണ്ടി കമ്മീഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല മാഡം. അപ്പോൾ ശൈലജ ടീച്ചർ ഞാൻ പറയുന്ന കേൾക്കുന്ന ആളായതുകൊണ്ട് അവരത് ചവിട്ടി പിടിച്ചു. ശ്രീമതി ബിന്ദുവിൻ്റെ കാലത്ത് വയോജന കമ്മീഷൻ ഉണ്ടാക്കി. ഇനി കുഞ്ഞുങ്ങളുടെ കമ്മീഷൻ ഓൾറെഡി ഉണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്, ഇനിയും ട്രാൻസ്ജെൻഡർ കമ്മീഷൻ, അങ്ങനെ ഇഷ്ടംപോലെ കമ്മീഷൻ. നമ്മുടെ പാർട്ടിക്കാർ എല്ലായിടത്തും ഇരുത്തണം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. മാക്സിമം ആൾക്കാർ ഒക്കുമെങ്കിൽ 3 കോടി 40 ലക്ഷം പേർക്ക് എന്തെങ്കിലും ഗവൺമെൻറ് ജോലി ഇതുപോലെ കൊടുക്കണം. ഈ കേരളത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ കേരളത്തിന് വരുമാനം ഉണ്ടാകുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ്. അപ്പോൾ ഈ 2 വകുപ്പ് അങ്ങ് കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പാണ്. ഇത് രണ്ടിലും ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മദ്യം ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അതിനകത്ത് ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ പോളിസി ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ശ്രീ TK രാമകൃഷ്ണൻ, എക്സൈസ് മന്ത്രി. TP രാമകൃഷ്ണൻ, ഓക്കെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരു പ്രപ്പോസൽ കൊടുത്തത്, കള്ള് ഷാപ്പ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള, അപ്പോൾ അവിടെ വിദേശികളായിട്ടായാലും സ്വദേശികളായിട്ടുള്ളവർക്കും വരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വൈ ഡോണ്ട് യു ഗിവ് ഇറ്റ് ടു ദ 3 സ്റ്റാർ 4 സ്റ്റാർ 5? എന്തായാലും അവിടെ മദ്യം വിളമ്പുവാണ്. അതുപോലെ തന്നെ KTDCയുടെ ബിയർ പാർലറിൽ ഇവിടെയൊക്കെ ഒരു ടോഡി പാർലർ തുടങ്ങിക്കൂടെ, ശുദ്ധമായിട്ടുള്ള കള്ള്. പക്ഷേ എന്തുകൊണ്ട് അത് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല? ശുദ്ധമായിട്ടുള്ള കള്ള് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് ശുദ്ധമായിട്ടുള്ള കള്ളാണ്, ഇത് ശുദ്ധമല്ലാത്ത കള്ളാണ്. അപ്പോൾ ഡൈസപ്പാമും ഈ ക്രിസ്തുവിന് ശേഷം 4 ലക്ഷം ലിറ്ററിനെ 20 ലക്ഷം ലിറ്റർ ആക്കുന്ന പരിപാടി കള്ളിൻ്റെ കാര്യത്തിൽ മാത്രമേ കേരളത്തിലാണ് നടക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ അങ്ങനെ മാത്രമാണ്. പക്ഷേ ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മണ്ടത്തരങ്ങളെല്ലാം ഒരു ചാപ്റ്ററായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനെനിക്ക് ട്രിഗർ ചെയ്തത് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന VP ജോയിയുടെ അടുത്ത് വിമുക്തി എന്ന് പറഞ്ഞു, ഇതൊക്കെ ജനങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വിമുക്തി എന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് എക്സൈസിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അപ്പോൾ പുള്ളി ഒരു സരസനാണ്. പുള്ളി ചോദിച്ചു, അല്ല നിങ്ങളുടെ പണി എന്താ? ആളുകളെ കുടിപ്പിക്കുകയെന്നോ അതല്ല കുടി നിർത്തലാണ്, ഏതാണെന്നൊന്ന് തീരുമാനിക്കും, നിങ്ങൾ തന്നെ ഇത് രണ്ടും കൂടെ ചെയ്താൽ എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ വിമുക്തിയുണ്ട്, ഞങ്ങൾ സ്റ്റാർ ഹോട്ടലിലേ കൊടുക്കത്തുള്ളൂ, ഞങ്ങൾ ഇത് ആളുകൾ കുടിക്കാതിരിക്കാൻ വേണ്ടി 35 ലക്ഷം രൂപയാക്കും, അതുപോലെ തന്നെ ഞങ്ങൾ 1-ാം തീയതിയാണെന്നുണ്ടെങ്കിൽ അടച്ചിടും, ഡ്രൈ ഡേ ആണ്, അന്ന് ആരും കുടിക്കത്തില്ല, കേരളത്തിൽ ഒരാൾ പോലും കുടിക്കത്തില്ല. ഇവരുടെ ഈ ഡ്രൈ ഡേ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും കുടിക്കത്തില്ല. ഇങ്ങനെ മനുഷ്യനെ വിഡ്ഢിയാക്കുന്ന, അത് കഴിഞ്ഞിട്ട് KSRTCയിൽ ഞങ്ങൾ ഒത്തിരി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. KSRTCയിലെ ചീഫ് എഞ്ചിനീയറെ ഞാൻ പിരിച്ചു വിട്ടതാണ്, നല്ല കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ പിരിച്ചു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ ബിവറേജ് കോർപ്പറേഷൻ ഓടി നടക്കുകയാണ് അതിനുവേണ്ടി. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഉടൻ തന്നെ 50-100 എണ്ണം ഉടൻ തന്നെ ആരംഭിക്കണം, ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം KSRTC ഉടൻ തന്നെ ഭയങ്കര പ്രൊട്ടസ്റ്റ് ആയിരുന്നു. എനിക്കറിയാം ആരാ പ്രൊട്ടസ്റ്റ് ചെയ്തതെന്നുള്ളത്. അതിനടുത്തുള്ള ബാറാണ്, നിങ്ങൾ തൊടുപുഴയിൽ പോയി നോക്ക്, കുത്തബ് മൊയ്നാർ മാതൃകയിലെ 3 ബാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ KSRTC നിൽക്കുന്നതിൻ്റെ തലയിലാണ് വീഴുന്നത്. അവിടുന്ന് അടിച്ച് വെച്ച് KSRTC കയറുന്നതിന് കുഴപ്പമില്ല, KSRTCയുടെ അതിൻ്റെ മേളത്തെ ബിൽഡിങ്ങിൽ ഒരു ബാർ തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു വളരെ നല്ലതല്ലേ, ആളുകൾക്ക് 2 അടിച്ച് സുഖമായിട്ടിരുന്ന് ഉറങ്ങിപ്പോകരുതോ. പക്ഷേ നോക്ക്, മെട്രോയുടെ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ബാർ തുടങ്ങി, ഒരു പ്രശ്നമില്ല. 35 ലക്ഷം രൂപ സ്റ്റാർ സൗകര്യങ്ങളുള്ളൊരു ഹോട്ടൽ, ഇത് ആരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ ഈടാക്കുന്നത്? പണ്ട് 10 രൂപയുടെ ഒരു പൊടി അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളി, അവൻ്റെ ശരീരം നല്ല, ഇതൊന്നും രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ നല്ലപോലെ അധ്വാനിച്ചിട്ടുള്ള ഒരാളാണ്, ശരീരവേദനയായിരിക്കും അവനൊരു പൊടി അടിച്ചു, അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി, വീട്ടിലെ അല്ലലും ചിലപ്പം കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്, പിറ്റേ ദിവസം ആഹാരം പോലും കാണത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം മറക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നു. ആ സ്ഥാനത്ത് അതാണ് ചാരായം നിർത്തലാക്കുകയല്ല, ചാരായം നിറത്തിലാക്കി എന്നാണ് മിമിക്രിക്കാർ പറയുന്നത്. ആന്റണി സാറിൻ്റെ കാലത്ത് ചാരായം, അതേ ചാരായം ജവാൻ എന്ന് പറഞ്ഞ് ബ്ലെൻഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം 450 രൂപ. അങ്ങനെ
ആ ഒരു ചാപ്റ്റർ വായിച്ചാൽ തന്നെ ഇതിൻ്റെ വർക്കല ക്ലിഫിൽ പോയി. അവിടെ വർക്കല ക്ലിഫിൽ എല്ലാ കടകളിലും ആണെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ട് വിൽക്കുന്നുണ്ട്, കോവളത്ത് വിൽക്കുന്നുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ ഇപ്പോൾ അന്ന് ഞാൻ പല വേദികളിലും പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു പോളിസിയിൽ കൊണ്ടുവന്നു, ടൂറിസ്റ്റ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ബിയർ പാർലറും കൊടുക്കാം, മറ്റു കൊടുക്കാം, എല്ലായിടും കൊടുക്കണം. എന്താ കുഴപ്പം? എല്ലാം കൂടെ ഒരിടത്ത് പോയി കടിക്കുന്നത് അത് അന്ന് ജനങ്ങളെ കളിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബാറുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബാറുണ്ട്, തൊട്ടപ്പുറത്തൊരു ബാറുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ആകത്തില്ലേ? ആളുകൾക്ക് മെച്ചപ്പെട്ട സൗകര്യം കിട്ടത്തില്ലേ? പക്ഷേ വേറെ ഒരു ബാർ ഈ പരിസരത്തൊന്നുമില്ല. അപ്പോൾ ഇവർ എന്നിട്ട് ലോബി ചെയ്തിട്ടാണ് പുതുതായിട്ട് വേറൊരു ബാർ വരാൻ. അതാണ് അതിനെപ്പറ്റി പറയുന്നത്. മറ്റേതെന്തായിരുന്നു ചോദിച്ചത്? രണ്ടാമത്തത് ലോട്ടറി എന്ന് പറയുന്നത്, ഞങ്ങളിട്ട് കഴിഞ്ഞാൽ ബർമുട, നിങ്ങളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുട്ടി നിക്കറെന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഇതൊരു ഗാംബ്ലിംഗ് അല്ലേ. 95% ആൾക്കാർക്കും അതിന് പ്രൈസ് കിട്ടത്തില്ല. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്തൊരു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. 100 പേരിൽ നിന്ന് 1 രൂപ വാങ്ങിക്കുന്നു, അപ്പം 100 രൂപയായില്ലേ? അതിൽ 40 രൂപ 5 പേർക്ക് കൊടുക്കുന്നു, 95 പേർക്കും കിട്ടുന്നില്ല. ആ 40 രൂപയിലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 20 രൂപ കൊടുക്കുന്നു, ഒരാൾക്ക് 10 രൂപ കൊടുക്കുന്നു, ഒരാൾക്ക് 5 രൂപ കൊടുക്കുന്നു, ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നു. ഇതാണ് വ്യത്യാസം. 1 കോടി കൊടുക്കുന്നു. ഇതിൻ്റെ വേർഷനാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പ്രിയാമ്പിളിൽ എഴുതിയിട്ടുണ്ട്, ഇൻ ഓർഡർ ടു കർട്ടൈൽ ദ ഗാംബ്ലിംഗ് സ്പിരിറ്റ്സ് ഓഫ് പീപ്പിൾ ഞങ്ങൾ ലോട്ടറി നടത്തും. ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളാണ്. എന്നാൽ പിന്നെ നമുക്കിവിടെ ഒരു കാസിനോ നടത്തരുത്. ഞാനൊരു പ്രപ്പോസൽ കൊടുത്താൽ പൊന്മുടിയിൽ 140-150 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അവിടെ നല്ല ഒന്നാന്തരം ഹെലിപ്പാഡോട് കൂടി ഒരു കാസിനോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലിക്കറും ചിലവാകും, ഇതും ചിലവാകും. കാസിനോയിൽ നിന്ന് മക്കാവു. എന്തിന് ഞാൻ ഈ അടുത്ത കാലത്താണെന്നുണ്ടെങ്കിൽ സാംബിയയിൽ പോയിരുന്നു. സാംബിയ കാസിനോ ഉണ്ട്, ആഫ്രിക്കൻ കൺട്രിയാണ്, അവിടെ കാസിനോ ഉണ്ട്. ഒരു മുസ്ലിം കൺട്രി ആയിട്ടുള്ള മാൽഡീവ്സ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ലിക്കറിൻ്റെ കാര്യത്തിൽ ആൾപ്പാർപ്പുള്ള ഐലൻഡിൽ ലിക്കറില്ല. അപ്പോൾ ആൾപ്പാർപ്പുള്ള ഐലൻഡിലുള്ള റിസോർട്ടുകാരെന്ത് ചെയ്യും? അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അവരൊരു കാറ്റാമറൈൻ ഇതിൻ്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. 2 കട്ടമര മറ്റേ 2 ബോട്ടിൻ്റെ മുകളിലുള്ള പ്ലാറ്റ്ഫോം ഡെക്കുള്ള ആളുകൾ ഇവിടെ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ പോയിരുന്ന് വെള്ളം അടിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവരും. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ റിസോർട്ട് മാത്രം ഉള്ളിടത്ത് ബാർ ലൈസൻസ് ഉണ്ട്. ഒരു മുസ്ലിം രാജ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കറിയാം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ടൂറിസം മാത്രമേ ഉള്ളൂ. ഇവിടെ 1-ാം തീയതി ബാറ് അവധിയാകുമ്പോൾ എന്താ വരുന്നത്? 1-ാം തീയതി ആരെങ്കിലും 30-1-2 പറഞ്ഞൊരു പരിപാടി ആരെങ്കിലും ബുക്ക് ചെയ്യുമോ? പിന്നെ 2 കളക്ടർ എപ്പോഴായിരിക്കും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരു വിവാഹത്തിൻ്റെ ആണെങ്കിലും. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പോൾ ലോട്ടറി എന്ന് പറയുന്നത് പറ്റിക്കലായിക്കോട്ടെ അല്ലാതെ അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അതിനകത്ത് 2 കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആൾ വന്നിട്ട് കരഞ്ഞാൽ പറഞ്ഞു, സാറേ മോളെ മണിപ്പാലി വിട്ട് 2ാമത്തെ കൊല്ലമാണ് നേഴ്സിങ്ങിന് വിട്ട്, എൻ്റെ ഈ പൈസ ഇല്ല, ഈ ലോട്ടറി എങ്ങനെയെങ്കിലും സാറ് ആഴ്ചയിൽ എല്ലാ ദിവസവും ആക്കാൻ പറ്റുമോയെന്നറിയാവോ, അല്ലെങ്കിൽ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ വിളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 2ാമതാണെന്നുണ്ടെങ്കിൽ ചില സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റ് അവരുടെ മാനം വിറ്റ് ജീവിക്കുന്ന ആ പരിപാടികളെല്ലാം നിർത്തിയിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. ഇന്ന് ലോട്ടറി കൊണ്ട് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന എല്ലാ വലിയ ലോട്ടറി ഏജൻറ്റന്മാരും മാഫിയകളുടെ ഭാഗമായിരുന്നു. ഇവന്മാരെയൊക്കെ ഒതുക്കിയത് കൊണ്ട് മാത്രമാണ്. അന്നത്തെ അന്യസംസ്ഥാന ലോട്ടറിയുടെ ആൾക്കാരാണ്. ഓരോരുത്തനെയായിട്ട് വിളിച്ച് വരട്ടിയിട്ട് അതിനൊക്കെ തോമസ് ഐസക് സാറ് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നുമല്ല. ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എനിക്കുള്ള ഉപദേശം പറയുക, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 60-62 വയസ്സായിട്ട് ഉയർത്തുക. 5 കൊല്ലം ഇവർക്ക് ഭരിക്കാനുള്ള അത്യാവശ്യം കുറച്ച് പൈസ കിട്ടും. 30,000 പേർക്ക് ജോലി കിട്ടത്തുള്ളൂ. 30,000 പേർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എസ്റ്റേറ്റുകളൊക്കെ അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള വിവരമില്ലാത്ത ക്രിമിനലുകളായിട്ടുള്ള ബംഗാളികൾ, അവരെ ഒന്നും ഞാൻ അതിഥി തൊഴിലാളി എന്നൊന്നുമല്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരിപ്പം നമ്മുടെ സ്കൂളുകളിലെല്ലാം പോയി നോക്കുക, അവരുടെ പിള്ളേരാണ് പഠിക്കുന്നത്. പതുക്കെ അവരെ ഇവിടെ വോട്ടർമാരാക്കി ഈ നിരക്ഷര കുഷികളായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. കൊടി പിടിക്കുന്നത് പോലും അവന്മാരാണ്. ഞാൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പിൽ നടുക്കടലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് 50 പേരുള്ളൊരു വള്ളം നോക്കിയിട്ട് 3 പേര് മാത്രമുണ്ട്. ഉടമസ്ഥനും വേറെ 2 പേരും മാത്രമാണ് മലയാളി, ബാക്കിയെല്ലാം ബംഗാളിയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നീന്തറിയാമോ? ഇവന് നീന്ത് പോലും അറിയത്തില്ല, അവനാണ് വല വലിക്കുന്നത്. അങ്ങനെ ഇവന്മാർ വന്നിട്ട് നമ്മുടെ കൾച്ചർ തന്നെ, പെരുമ്പാവൂർ തന്നെ നമ്മുടെ കൾച്ചർ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ എസ്റ്റേറ്റിലാണെന്ന് ഞാൻ നെല്ലിയാമ്പതി പോയി കഴിഞ്ഞപ്പം കണ്ടത്, ആ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് ഇവന്മാരെല്ലാം ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തേയില വെട്ടുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾ ബ്ലൂ കോളറും വൈറ്റ് കോളർ ജോബും വേണമെന്നുള്ള സ്ഥിതിക്ക് നമ്മളെന്താ ചെയ്യേണ്ടത്? ആ തേയിലയുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഒരു 10% 20% ടൂറിസ്റ്റ് റിസോർട്ടായിട്ട് കൊടുക്കുക. അവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നല്ല താല്പര്യമാണ്. അപ്പോൾ അവർക്ക് ജോലി കിട്ടത്തില്ലേ? എന്തിനാണ് ഇംഗ്ലണ്ടിൽ പോയി കിട്ടുന്നത്? അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ റോളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള IT, ടൂറിസം അതുപോലുള്ള ഇൻഡസ്ട്രീസിലേക്കാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയും മെഡിക്കെയറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കോളർ ജോബിനുള്ള ജോലി ഉണ്ടാക്കുക.
അപ്പം 30,000 പേരൊന്നുമല്ല. ഞാനതാണ് ഒരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞത്. അദാനി അംബാനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ എന്തിനാണ് കുറ്റം പറയുന്നത്? ഞാൻ ലാഭം ഉണ്ടാക്കാനാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ അനധികൃതമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ, ഞാൻ എലക്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാരെ വേണം പറയാനാണ്. ഇവിടെ യൂസഫ് അലിയോ രവിപിള്ളയോ ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ജോലി എത്ര പേർക്കാണ്? ഇവിടുത്തെ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനം ഉള്ളതാണ്. അതെല്ലാം കൂടെ എത്ര ജോലി കൊടുക്കുന്നുണ്ട്? അപ്പം അത് നടത്താൻ അറിയാവുന്ന ആൾക്കാരെ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജോലി ഉണ്ടാകത്തില്ല. അതിന് പകരം ഞങ്ങൾ പൊതുമേഖല, പൊതുമേഖല എന്താണ് ഇവിടെ ഉണ്ടാക്കിയത്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്, വില പിടിച്ചു നിർത്താൻ. ഹോർട്ടികോർപ്പ് ആവശ്യമുള്ളതാണ് പൊതുമേഖലയിൽ നിന്ന്. അതിനകത്തൊക്കെ ഉള്ള അഴിമതിയെപ്പറ്റി ഞാൻ അടുത്ത ബുക്കിനകത്ത് എനിക്ക് ഇപ്രാവശ്യം സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും തന്നെ പ്രയാസപ്പെട്ടതാണ്. കൃഷി വകുപ്പിനെ പറ്റി എഴുതാം. ഒരു കൃഷി ഓഫീസറും 41 കർഷകരും, ആലിബാബയും 41 എന്ന് പറയുന്ന പോലെ കൃഷി ഓഫീസറും 41 കർഷകരും എന്നാണ് ഞാൻ എഴുതി പകുതി വെച്ചതാണ്. അപ്പം ഹോർട്ടികോർപ്പ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വേണം. അതല്ലാതെ മരുന്ന് നിർമ്മാണത്തിൻ്റെ സ്ഥാപനം വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ ആവശ്യമില്ല എന്നുള്ളത് ദയവീത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റോളെന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്. നമുക്ക് ഓൺടർപ്രനേഴ്സ് വേണം. പക്ഷേ നമ്മുടെ പഠിച്ചു വെച്ചേക്കുന്നത് ഓൺടർപ്രനേഴ്സിനെയാണെന്നുണ്ടെങ്കിൽ അവനെല്ലാം ബൂർഷയാണ്, അവനെല്ലാം ചൂഷകനാണ്. ഇതൊക്കെ 1850 കാർൽ മാർക്സ് എഴുതിയ കാലത്ത്, അല്ലെങ്കിൽ ഒരു 1050 മുമ്പ് നടന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 1070 മുമ്പുള്ള. ഇന്ന് ഒരു തൊഴിലാളിയെ നമുക്കങ്ങനെ ഒന്നും ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് എൻ്റെ പ്രിയ നടനായിട്ടുള്ള ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും ഈ ടാറ്റായും ബിർളയും ഒന്നും ആകാനല്ല ശ്രമിക്കുന്നത്, എങ്ങനെ അവരെ പിടിച്ചു വലിച്ച് നമ്മുടെ ലെവലിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. അങ്ങ് കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരായെന്നത് അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങയുടെ സി അച്യുതമേനോനെ പറഞ്ഞു. പക്ഷേ അങ്ങയുടെ സർവീസ് കാലയളവിൽ അങ്ങ് നേരിട്ട് കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ്? കാരണം എൻ്റെ സർവീസ്, ഞാൻ സ്റ്റേറ്റ് സർവീസിൽ നിന്ന് വന്ന ആളാണ്. 16 കൊല്ലമാണ് IAS-ലുണ്ടായിരുന്നത്. അതിൽ തന്നെ ഏതാണ്ട് ഒരു 10 കൊല്ലമാണ് ഗവൺമെൻറ്റുമായിട്ട് വളരെ അടുത്തതും. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തും പിണറായി സാറിൻ്റെ അടുത്തും രണ്ടുപേരും മികച്ച രീതിയിലുള്ള മുഖ്യമന്ത്രിമാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റൈലാണ്, ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റൈലാണ്, അതിനകത്തൊന്നും യാതൊരു. പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും പിണറായി സാറിൻ്റെയും പരാജയം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരെ വിശ്വസിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ മന്ത്രിസഭ പ്രഗത്ഭന്മാരായിരുന്നു. രണ്ടാമത്തെ മന്ത്രിസഭ ചിലപ്പോൾ അവരുടെ പാർട്ടി പോളിസി ആയിരിക്കും. ഐ ആം നോട്ട് എ പേഴ്സൺ ടു കമൻറ്റ്. അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഒരു പാർട്ടി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഭരണപരിചയമില്ലാത്ത ഒരു മിക്സായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നിങ്ങൾ കേന്ദ്രത്തിൽ നോക്കുക, അശ്വിനി കുമാർ വൈഷ്ണവ് എന്ന് പറയുന്ന മന്ത്രി അങ്ങനെ ഒരു IAS ഓഫീസറാണ്. ഹർമീന്ദർ സിംഗ് പൂരി എന്ന് പറയുന്ന ഒരു IFS ഓഫീസറാണ്. അപ്പം നമുക്ക് എപ്പോഴായാലും ചില കീ കാര്യങ്ങളിൽ നല്ല ഭരണപരിചയമുള്ള ആൾക്കാർ തന്നെ വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കറിയത്തില്ല, കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു വീക്ക്നെസ്സാണ് ഈ ആഭ്യന്തരം എടുത്ത് കൈവയ്ക്കുക എന്നുള്ളത്. ഉമ്മൻചാണ്ടി അങ്ങനെയല്ലായിരുന്നു, ഇദ്ദേഹം എടുത്ത് കൈവച്ചു. മേ ബി പാർട്ടിയുടെ ഇതൊക്കെ ആയിരിക്കും. ഈ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഒരു തല പെരുക്കുന്ന ഒരു സാധനമാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൊതുഭരണം, അതായത് IAS-കാരുടെ കൺട്രോൾ ഇങ്ങനെ വളരെ ചുരുക്കമാണ്. മുഖ്യമന്ത്രി നോക്കണം, ഈ മന്ത്രി പെർഫോം ചെയ്യുന്നില്ല, ദാറ്റ് CM ഹാസ് ടു പുൾ ഇറ്റ് അപ്പ്. അതല്ലാതെ ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ വകുപ്പുകൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആ വകുപ്പിലെ ഫയൽ നോക്കുവോ, ഈ മറ്റ് മന്ത്രിമാരുടെ പെർഫോമൻസ് നോക്കുവോ, അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിനകത്ത്. അതുകൊണ്ട് പൊളിറ്റീഷ്യൻസ് എല്ലാവരും തന്നെ, ഇപ്പോൾ ആന്റണി സാറിൻ്റെ കാലത്ത് അദ്ദേഹം ഭയങ്കര ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുത്തു. എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ സമരം ചെയ്തോട്ടെ, എന്നാലും ഞാനത് നന്നാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയോ? അതുകൊണ്ടല്ലേ അതിനകത്ത് അദ്ദേഹത്തിന് പിന്നീട് അതൊക്കെ താഴോട്ട് പോകേണ്ടി വരികയും പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നൊരു സംവിധാനമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ്. അതിനകത്ത് മുഖ്യമന്ത്രിമാർ ചെയ്യേണ്ടത് ഈ യൂണിയൻസിൻ്റെ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഗവൺമെൻറ് കുറയ്ക്കണം, ലിബറലൈസ് ചെയ്യണം, ആവശ്യമില്ലാത്ത നിയമങ്ങളുണ്ടാകരുത്, ആവശ്യമില്ലാത്ത അധികാര ഉദ്യോഗസ്ഥന് കൊടുക്കരുത്. ഈ രണ്ടുപേരുടെ പോളിസിയിൽ എപ്പോഴും നമ്മൾ ഏറ്റവും അടുത്ത രണ്ട് മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും താരതമ്യം എല്ലാവരും ചെയ്യുന്നത്, ഉമ്മൻചാണ്ടി എല്ലാവരെയും ചേർത്ത് ഉദ്യോഗസ്ഥരായാലും, ഇപ്പോൾ ഒരു ക്ലിഫ് ഹൗസിലായാലും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിനകത്തായാലും എല്ലാവർക്കും എവിടെയും കയറി ഇറങ്ങാൻ ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ഈ ഒരു 10 വർഷം കാണുന്നത് അദ്ദേഹം കൃത്യമായ അതിർവരമ്പുകളൊക്കെ കൃത്യമായി പാലിച്ച്, അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്മണരേഖകളൊക്കെ കൃത്യമായി വരച്ചാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ലിഫ് ഹൗസിലായാലും ശരി, സെക്രട്ടേറിയറ്റിലായാലും ശരി. ആ രണ്ട് ഒരു ഭരണ സംവിധാനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്?
ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് ഏറ്റവും പ്രയാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് കിട്ടാനായിരുന്നു പ്രയാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെനക്കേട് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ രാത്രി 2 മണിക്കൊക്കെ പോയി കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള എനിക്കറിയത്തില്ല. പക്ഷെ അത് ശരിയല്ല. അതിന് ഞാൻ പിണറായി സാറിൻ്റെ കാര്യത്തിലാണ് സപ്പോർട്ട്. മുഖ്യമന്ത്രി പറയണ 1 മണിക്കൂർ എൻ്റെ ഉദ്യോഗസ്ഥർ ET മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിനെ കാണാൻ 100 പേരിങ്ങനെ മുറിയിലിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഉടൻ തന്നെ അദ്ദേഹം പറയും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാപകലില്ലാതെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ അടുത്ത് എനിക്ക് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം കേട്ടോ, നിങ്ങളെല്ലാം പുറത്തോട്ടിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി റൂമുണ്ട് അവിടോട്ട് മാറ്റിയിരുത്തി. അതാണ് വേണ്ടത്. ഇപ്പോൾ പിണറായി സാറിൻ്റെ അടുത്തുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ട്. ആ മീറ്റിങ്ങുകളാണെന്നുണ്ട് 1 മണിക്കൂറിനുള്ളിൽ തീർക്കും. 3/4 മണിക്കൂർ നമ്മളെല്ലാം പറയുന്നത് കേൾക്കും. 15 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. രണ്ടാമത്തെ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചാലും പറ്റത്തില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അതിനോടൊപ്പം വരണമല്ലോ, അത് വന്നില്ല. അതാണ് എന്തുകൊണ്ടാണ് ആദ്യത്തെ പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാമതൊരു പിണറായി സർക്കാർ വന്ന് ദാറ്റ് ഭരണം വാസ് സോ സൂപ്പർ. അത് ഞങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നത് തന്നെയാണ്. അദ്ദേഹം വൈകിട്ട് 5 മണിക്ക് കോവിഡ് കാലത്തും ഒക്കെ തന്നെ പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അൺഫോർച്ചുനേറ്റ്ലി വലിയ കൺട്രോൾ ഇല്ലാതെ പോയെന്ന് എനിക്ക് തോന്നി. എന്തായാലും വളരെ ദീർഘമായൊരു അഭിമുഖം തന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അങ്ങ് എഴുതിയ പുസ്തകം അത് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ എല്ലാവരും വായിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്തായാലും അങ്ങ് വീണ്ടും അങ്ങയുടെ ഈ പുസ്തകം അവസാനിക്കുന്നില്ല, അങ്ങ് വീണ്ടും 2ാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും അങ്ങ് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. കാരണം ഇത്രയേറെ കാലം സർവീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇത്രയേറെ ഭരണ നൈപുണ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങേപ്പോലുള്ള ഉദ്യോഗസ്ഥരുടെ പുസ്തകങ്ങളാണ് അത് ഭാവി തലമുറയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പുസ്തകങ്ങൾ. എന്തായാലും അങ്ങയുടെ കാഴ്ചപ്പാടുകളും ഒക്കെ അതേ രീതിയിൽ തന്നെ ഒരു ഭാവി തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠമായി മാറട്ടെ. വാക്കും മറുവാക്കുമായി ഇത്രയും സമയം സഹകരിച്ചതിന് നന്ദി.